താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. എന്നത്തെയും പോലെ ഈ പകലിന് നമ്മൾ ഒരുമിച്ച് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പമായിരിക്കുമ്പോൾ അതിന് പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അതൊരു ചോദ്യമാണ്, എങ്ങനെ അത് സാധ്യമായി തീരും? ദൈവത്തിൽ നിന്ന് നമ്മുടെ ഇഷ്ടങ്ങളെ എങ്ങനെ നമുക്ക് നേടിയെടുക്കുവാനായി കഴിയും? അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ ഈ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു. ചിലർ ഇന്ന് പകലിൽ അവരുടെ ഇഷ്ടങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ പോകുന്നു. അത് നിങ്ങളായിരിക്കട്ടെ. അതിനായി പ്രാർത്ഥിച്ച് ഒപ്പം വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം നോഹായെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. അനുഗ്രഹം അഥവാ നന്മ അഥവാ വാഗ്ദത്തങ്ങൾ അഥവാ സന്തോഷത്തിന് കാരണമാകുന്നത്, നാം പ്രതീക്ഷിക്കുന്നതും നാം സ്വപ്നം കാണുന്നതും നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനായി കാത്തിരിക്കുന്നതും അത് തന്നെയാണ്. എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞ് നിങ്ങളെ ഞാൻ എൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ പ്രാപിച്ചെടുക്കുവാനായി കഴിയും? എളുപ്പവഴി ഇതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും മക്കളാണ്, അതേസമയം തന്നെ മാതാപിതാക്കളുമാണ്. മക്കൾ എങ്ങനെയാണ് അമ്മയപ്പന്മാരിൽ നിന്ന് അവരുടെ ഇഷ്ടം സാധിച്ചെടുക്കുന്നത്? അമ്മയപ്പന്മാരുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് മക്കളുടെ ഇഷ്ടം നേടിയെടുക്കും. അത് തന്നെയാണ് ഇവിടെയും. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് നിവർത്തിച്ചു തരുവാനായി തയ്യാറാകും. അതേ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നു, ദൈവം നമ്മുടെ ഇഷ്ടം ചെയ്യുന്നു. എത്ര വലിയ ദൈവം! അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ ദൈവത്തെ നമ്മുടെ പിതാവെന്ന് പറഞ്ഞത്. നമുക്കൊരു പിതാവുണ്ട്. ദൈവം എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് പറയുവാൻ സന്തോഷമായിരിക്കണം, നമുക്കൊരു പിതാവുണ്ട്. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. നാം അവൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരുന്ന ഒരു ദൈവം. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആ അനുഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ നോഹയും കുടുംബവും പ്രാപിച്ചെടുക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് അവർ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ചത്? അവർ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന്, അവർ അന്ന് വരെ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവർ പുറത്തു വരുവാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ എപ്പോൾ അനുഗ്രഹിക്കുവാൻ തുടങ്ങും എന്ന് ചോദിച്ചാൽ, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായി തുടങ്ങും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായി തുടങ്ങും. അതിൻ്റെ പേര് വേർപാടെന്നാണ്. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നാം പുറത്തു വരിക അഥവാ നാം വേർപെട്ടവരായി തീരുക. എന്തിൽ നിന്നാണ് നോഹയും കുടുംബവും വേർപെടേണ്ടി ഇരുന്നത്? നോഹയും കുടുംബവുമായിരുന്ന ആ സാഹചര്യത്തെ കുറിച്ച് ദൈവം ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അവർ ദോഷമുള്ളവരായിരുന്നു. നോഹയും കുടുംബവും ആയിരുന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ദോഷമുള്ളവരായിരുന്നു. അവരുടെ ഹൃദയ വിചാരങ്ങൾ പോലും ദോഷമുള്ളവരായിരുന്നു. ഇവിടെ നിങ്ങൾ പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കണം. നോഹയോ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല അവരുടെ ഹൃദയ വിചാരങ്ങളിലെ ദോഷമുള്ള തലമുറയായി അവർ മാറിയിരിക്കുന്നു എന്ന് കണ്ടത് ദൈവമാണ് കണ്ടത്. പലപ്പോഴും നാം അറിയുന്നില്ല നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എത്രമാത്രം മോശമായ വഷളായ സാഹചര്യങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ശീലങ്ങൾ, നമുക്കൊപ്പമുള്ളവരൊക്കെ എത്രമാത്രം ദൈവത്തിന് കൊള്ളാത്തവരാണ്, കൊള്ളരുതാത്ത സാഹചര്യങ്ങളും ശീലങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രിയരെ, അത് നമ്മിൽ നിന്ന് മാറിയാലല്ലാതെ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയത്തില്ല. വേർപാട് മസ്റ്റാണ്. നിങ്ങളൊരു വിശ്വാസിയാണോ? വേർപാട് അത്യാവശ്യം. വേർപാടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് യാതൊന്നും പ്രാപിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ സംശയം ചോദിച്ചേക്കാം, ദൈവദാസനെ, എന്തുകൊണ്ടാണ് വേർപാട് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയാത്തത്? നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ പ്രാർത്ഥനയെ തുടർന്ന് പ്രാർത്ഥിച്ചവനെ ദൈവം അനുഗ്രഹിക്കുന്നത് യാഗമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാബേൽ യാഗം കഴിച്ചു, കായീലിനും ഉത്തമമായ യാഗം തന്നെ. അർത്ഥം, രണ്ടുപേർ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിക്കുവാനായി കടന്നുപോയി. ആ രണ്ടുപേരെയും കുറിച്ച് ഒരു ചെറു വിവരണം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുവൻ പാപിയാണ്, ഒരുവൻ നല്ലവനാണ്. നല്ലവനും പാപിയും കൂടെ ഒരുമിച്ച് ഒരു വഴിക്ക് പോയി. എത്ര നല്ല കാര്യമല്ലേ! നല്ല കാര്യമാണ്. നല്ലവനും പാപിയും കൂടെ ഒരുമിച്ച് ഒരു വഴിക്ക് പോയി. അവരുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പാപിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം അതിനുള്ള കാരണം പറയുന്നു. അവൻ്റെ ചിന്തയും അവൻ്റെ നിരൂപണങ്ങളും അവൻ്റെ തീരുമാനങ്ങളും എല്ലാം പാപമുള്ളതായിരുന്നു. എന്നാൽ നീതിമാനായ നല്ലവനായ ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 4-ാമത്തെ വാക്യത്തിൽ തുടർന്ന് വായിച്ചു വരുമ്പോൾ 7-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ അതേ ഹാബേൽ കായീനാൽ പാപിയാൽ കൊല്ലപ്പെട്ടു. ഇവിടെ ചിന്തിക്കണമേ,
എത്ര വലിയ ട്രാജഡിയാണ് അവിടെ നടക്കുന്നത്. അവന്റെ പ്രാർത്ഥനയിൽ അഥവാ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ഹാബേലിന്റെ ഇഷ്ടങ്ങൾ നിറവേറുവാൻ പോകുന്നു. ഹാബേൽ സന്തോഷമായി ജീവിക്കുവാൻ പോകുന്നു. ഹാബേലിന് തലമുറകൾ ഉണ്ടാകുവാൻ പോകുന്നു. ഹാബേലിന്റെ പേര് ദേശത്തിൽ ഉയരുവാൻ പോകുന്നു. എത്ര വലിയ കാര്യം! ഇതല്ലേ പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പക്ഷെ സംഭവിച്ചത് എന്താണ്? ദൈവം അവന്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചിട്ടും അവന് ജീവിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവന് വേർപാടിലായിരുന്നു. പ്രിയരെ, നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിച്ചാലും, എത്രത്തോളം ഉപവസിച്ചാലും, എത്രത്തോളം ദൈവനാമത്തിന് വേണ്ടി ചെയ്താലും വേർപെടേണ്ട സ്ഥാനങ്ങളിൽ നിന്ന് വേർപെടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം ശാപം കടന്നു വരും. ദൈവം അനുഗ്രഹിക്കും, പക്ഷേ ആ അനുഗ്രഹം അനുഭവിക്കുവാൻ നിങ്ങൾ ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉണ്ടാകണമെങ്കിൽ വേർപെടേണ്ടതിൽ നിന്ന് നിങ്ങൾ വേർപെടേണ്ടിയിരിക്കുന്നു. ഒത്തിരി ശീലങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പലരുടെയും ജീവിതത്തെ പിടിച്ചു വച്ചിരിക്കുന്നു. ആ ശീലങ്ങളിൽ നിന്ന് നിങ്ങൾ വേർപെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് ചിന്തിച്ചേ, പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളെ എൻഗേജ്ഡ് ആക്കി കളയുന്ന, നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് പോലും വലിച്ചു കൊണ്ടുപോകുന്ന ആ തിരക്ക് പിടിച്ച അതിൽ നിന്ന് നിങ്ങൾ വേർപെടേണ്ടിയിരിക്കുന്നു. തിരക്ക് പിടിച്ച ലോകമാണ്, ശരിയാണ്. നിങ്ങൾ ആഹാരം കഴിക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ, ഉറങ്ങുവാൻ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അതുപോലെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും സമയം കണ്ടെത്തുക. നിങ്ങളല്ലാതാക്കുന്ന തിരക്കുകളെ വേണ്ടെന്ന് വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളാക്കി മാറ്റുന്ന നന്മകളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളല്ലാത്തവരാക്കി തീർക്കുന്ന, നല്ലൊരു ഭർത്താവല്ലാതാക്കി തീർക്കുന്ന, നല്ലൊരു മകനല്ലാതാക്കി തീർക്കുന്ന, നല്ലൊരു മകളല്ലാതാക്കി തീർക്കുന്ന, നല്ലൊരു അമ്മയല്ലാതാക്കി തീർക്കുന്ന, ജോലിക്കാരനും സഹോദരനും സഹോദരിയും ഒന്നും അല്ലാതാക്കി തീർക്കുന്ന ആ തിരക്കുകളെ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളാക്കി ദൈവം മാറ്റും. നല്ലൊരു ഭർത്താവാക്കി, നല്ലൊരു ഭാര്യയാക്കി, നല്ലൊരു മകനാക്കി, നല്ലൊരു മകളാക്കി. ഈ പകലിലും ചിലരങ്ങനെ മാറുന്നു. ഓ താങ്ക് യു ലോർഡ്. ചിലരെ എൻ്റെ ദൈവം അങ്ങനെ മാറ്റുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, മാറ്റിയാലേ പറ്റത്തുള്ളൂ. ശീലങ്ങൾ, ചിലർക്ക് കോപമാണ്, ചിലരുടെ ജീവിതത്തെ കോപം മൂടി നിൽക്കുന്നു. അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവദാസനെ, കോപം ഒരു വികാരമല്ലേ, അത് പ്രകടിപ്പിക്കാതിരുന്നാൽ നല്ലതാണ്, പ്രകടിപ്പിച്ചുകൊള്ളൂ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കോപിക്കുമ്പോൾ ആ കോപത്തിൻ്റെ വാക്കുകൾ കേട്ട് മുറിപ്പെടുന്ന ആരെങ്കിലും, ഹൃദയം മുറിപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ കോപിക്കുകയല്ല, മറിച്ച് നിങ്ങൾ കൊലപാതകം ചെയ്യുന്നു. വായ് കൊണ്ട്, നാവ് കൊണ്ട് നിങ്ങൾ കൊലപാതകം ചെയ്യുന്നു. കൊലപാതകയെ നിന്റെ പ്രാർത്ഥന എങ്ങനെ ദൈവം കേൾക്കും? ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. കൽപ്പനകൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? കൊല ചെയ്യരുത്, ആരെയും കൊല്ലരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ആരെയും കൊല്ലരുത്. കൊല്ലുവാൻ നിങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മോശമാക്കി തീർക്കുന്നത്, ആ വഷളത്വത്തിൽ വീഴ്ത്തി കളയുന്നത് ചില ശീലങ്ങളായിരിക്കാം. ആ ശീലങ്ങളെ നിങ്ങൾ വിട്ടുതിരിയുക. ചില കൂട്ടുകെട്ടുകളായിരിക്കാം. എനിക്കൊരു സുഹൃത്തുണ്ട്, ഞങ്ങളുടെ പ്രൈസർ ഫാമിലിയുമായി ചേർന്ന് നിൽക്കുന്ന. അതേ, സുഹൃത്തെന്ന് പറയുവാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹം പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദേവദാസനെ, എനിക്ക് 20,000 രൂപ ശമ്പളമുണ്ട്, എന്നാൽ ഞാനൊരു 25,000 രൂപയുടെ സഹായമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും. കേൾക്കുമ്പോൾ നല്ല കാര്യമാണ്. എങ്കിലും ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ ദൈവം എൻ്റെ ഭാര്യയുടെ മക്കളുടെ കാര്യം നോക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഭാര്യയും മക്കളും നിങ്ങളുടേതാണല്ലോ, അപ്പോൾ നിങ്ങൾ തന്നെ നോക്കണമല്ലോ. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടിയിട്ട് നിങ്ങൾ എന്തോ നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല, അത് തെറ്റാണ്. അവിടെ നിന്ന് നിങ്ങൾ വേർപെടേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. സഹോദര, സഹോദരി, പലതും നിങ്ങൾക്ക് ഈ ലോകത്തിൽ ചെയ്യുവാൻ കാണും. നിങ്ങൾ വലുതെന്ന് പറയുന്ന പലതും കാണും. അതിലും വലുതാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ അയ്യോ, നിങ്ങൾ ഹൃദയത്തിൽ പോലും ദോഷം നിരൂപിക്കുന്ന വഷളന്മാരുടെ മ്ലേച്ഛത നിറഞ്ഞ നോഹയും കുടുംബവുമായിരുന്ന ആ സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്നു. പുറത്തു വരിക, വിട്ടിട്ട് പുറത്തു വരിക, വേർപാട് പ്രാപിക്കുക. നോക്കിയേ, അവർ ആ പെട്ടകത്തിൽ കയറി ആ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് അവർ തീരുമാനമെടുത്തു, ഇനി ഞങ്ങൾക്ക് വേണ്ട. അവർ മനസ്സിലാക്കിയിട്ടല്ല, ദൈവം പറഞ്ഞതുകൊണ്ട്. ആ തലമുറ മോശമാണെന്ന് നോഹയ്ക്ക് തോന്നിയില്ല, മക്കൾക്ക് തോന്നിയില്ല. പക്ഷേ ദൈവം പറഞ്ഞതുകൊണ്ട് അവർ അനുസരിക്കുവാൻ തയ്യാറായി. പ്രിയരെ, നിങ്ങൾക്കിതെങ്ങനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്നതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു വരുവാൻ. അതേ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന ശീലങ്ങളിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ. സഹോദരി, പുറത്തു വരുവാൻ നീ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിന്നെ മാനിക്കും. ആ ഭാര്യയായി തന്നെ നീ ആ ഭവനത്തിനകത്ത് തുടരും. ഓ സ്തോത്രം. സഹോദര, ആ ഭർത്താവായി തന്നെ നീ ഭവനത്തിനായി തുടരും. ആ ജോലിക്കാരനായി തന്നെ നീ അവിടെ കാണും. മാതാവായി, പിതാവായി, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും.
ആ ബിസിനസ് നിൻ്റേത് തന്നെ ആയിരിക്കും. പുറത്തു വരുവാൻ നീ തയ്യാറാകുമെങ്കിൽ. നോക്കിയേ, പെട്ടകം പണിതു, അവർ അതിനകത്ത് കയറി. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, ദൈവദാസനെ, ഇപ്പോൾ ഗോഫേർ മരം മുറിക്കുവാൻ ഞങ്ങൾ എവിടെ പോകണം? എവിടെയാണ് ഞങ്ങൾക്കൊരു പെട്ടകം പണിയുവാൻ കഴിയുക? നിങ്ങൾ പണിയേണ്ടത് ആ ഗോഫേർ മരം കൊണ്ടുള്ള ആ പാഴായി പോകുന്ന പെട്ടകമല്ല, പൊളിഞ്ഞു പോകുന്ന പെട്ടകമല്ല, പൊളിയാത്ത പെട്ടകം, കർത്താവായ യേശു ക്രിസ്തു എന്ന പെട്ടകം. ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുവാൻ, ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ, അതേ, നിങ്ങൾ പുറത്തു വന്ന് ഇന്ന് നിങ്ങളായിരിക്കുന്ന, നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന ആകാത്തതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്നതും നിങ്ങളുടെ നന്മകളെ കവർന്നു കളയുന്നതുമായ കൂട്ടുകെട്ടുകളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന്, സ്വഭാവ വിശേഷങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ, പെട്ടകത്തിനകത്ത്, ക്രിസ്തു എന്ന പെട്ടകത്തിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ തയ്യാറാകുമ്പോൾ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ആ അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഇൻ ക്രൈസ്റ്റ്, അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംതിങ് സ്പെഷ്യൽ ആയത് ചെയ്യും, അല്ലെങ്കിൽ ഫ്രഷ് ആയത് ദൈവം ചെയ്യും. ആ ചെയ്തതാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്താണ് അവരുടെ ജീവിതത്തിൽ അപ്പോൾ സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകം തന്നെ 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർക്ക് വേണ്ടി ദൈവം പുതിയൊരു ഭൂമി ഒരുക്കി. അതേ, പുതിയ സൃഷ്ടിക്ക് വേണ്ടി, ക്രിസ്തുവിലായവന് വേണ്ടി ക്രിസ്തു പുതിയൊരു ഭൂമി ഒരുക്കുന്നു. ദൈവം പുതിയൊരു ഭൂമി ഒരുക്കുന്നു. ശത്രുക്കളില്ലാത്ത, നിന്നെ വീഴ്ത്തുകയും നിന്നെ വാഴുകയും ചെയ്യുന്ന പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്തൊരു പുതിയ ഭൂമി നിനക്ക് ചുറ്റും ദൈവം ഒരുക്കും. പുതിയൊരു അന്തരീക്ഷം നിനക്കുണ്ടാക്കും. ആ ജോലി സ്ഥലത്ത് നിനക്ക് പുതിയൊരു അന്തരീക്ഷം ഉണ്ടാകും. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നിന്റെ കുടുംബത്തിനകത്ത് പുതിയൊരു അന്തരീക്ഷം രൂപപ്പെടും. ഓ, സ്തോത്രം. കാരണം നീ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിക്ക് പുതിയതാണ് ആവശ്യം. എല്ലാം പുതിയതായി മാറുക. ആ ശത്രുക്കൾ അവിടെ നിന്ന് മാറിപ്പോകുക. ആ വെല്ലുവിളികൾ മാറിപ്പോകുക. ആ കലഹവും ഇന്നലകളിൽ പറഞ്ഞ വാക്കുകളും ഒക്കെ മാറിപ്പോകുക. പുതിയ ഭവന അന്തരീക്ഷം ഇതാ സൃഷ്ടിക്കപ്പെടുന്നു. മക്കളുമായി പുതിയ ബന്ധം, അമ്മയപ്പന്മാരുമായി പുതിയ ബന്ധം. ഓ, സ്തോത്രം. നിന്റെ ബിസിനസ് മേഖല ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ ഭൂമി, പുതുതായി ജനിച്ചവന് പുതിയ ഭൂമി. പഴയത് നൽകി പറ്റിക്കുന്നവനല്ല എൻ്റെ ദൈവം. അവനതാ പുതിയ ഭൂമി നൽകുന്നു. പുതിയ ഭൂമി നൽകുന്നു. പുതിയ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? പിന്നെയും ആ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവിടെ വിതയും കൊയ്ത്തുമുണ്ട്. പ്രിയരെ, പഴയ ഭൂമിയിൽ, അഥവാ നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ച് ഏറ്റവും വലിയ വേദനയും നിരാശയും എന്താണ്? അതേ, വിതയ്ക്കുന്നുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നുണ്ട്, പക്ഷെ കൊയ്യുവാൻ കഴിയുന്നില്ല. അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഓ, റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല. ജോലി സ്ഥലത്ത് കഠിനമായി തന്നെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഉണ്ടാകുന്നില്ല. ഫലമായി നല്ലത് പ്രതീക്ഷിക്കുന്നത് യാതൊന്നും ലഭിക്കുന്നില്ല. കുടുംബത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. സഹോദരി, നിന്നെ കുറിച്ച് തന്നെ, സഹോദര, നിന്നെയും കുറിച്ച് അതേ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് കുടുംബം, ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ ഭർത്താവും, അതെ, ഞങ്ങൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നു. പക്ഷേ അതിനൊത്തവണ്ണം ഒന്നും കുടുംബത്തിനകത്തുനിന്ന് നിനക്ക് ലഭിക്കുന്നില്ല. മക്കൾക്ക് വേണ്ടി സകലത് മാറ്റിവെച്ച് ജീവിക്കുന്നു. മാതാവേ, പിതാവേ, കരച്ചിലാണ് മിച്ചമുള്ളത്, കണ്ണുനീരാണ് മിച്ചമുള്ളത്. സന്തോഷം മക്കളിൽ നിന്ന് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. മധ്യത്താൽ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആകാത്ത കൂട്ടുകെട്ടുകളാൽ അവർ തകർക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് നിന്നയായി, പരിഹാസമായി, മദ്യപന്മാരുടെ വായിലെ പാട്ടായി നിന്റെ തലമുറകൾ മാറിയിരിക്കുന്നു. അതേക്കുറിച്ച് ഓർത്ത് വിഷമത്തോടെ, വ്യസനത്തോടെ നീ ആയിരിക്കുന്നു. പഴയ ഭൂമിയിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നിന്റെ അധ്വാനത്തിന് ഫലമുണ്ടാകുന്നില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ രോഗം മാറുന്നില്ല. പിന്നെയും രോഗം നിന്നെ വാഴുന്നു. ഡോക്ടർമാർ മാറുന്നു, മരുന്നുകൾ മാറുന്നു. അയ്യോ, മാറ്റം നിന്റെ രോഗത്തിന് സാധ്യമാകുന്നതേ ഇല്ല. അതാണ് പഴയ ഭൂമിയിൽ സംഭവിക്കുന്നത്. നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിതയ്ക്കുന്നുണ്ട്, പക്ഷേ നല്ലത് കൊയ്തെടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ പുതിയ ഭൂമിയിൽ വചനം പറയുന്നു, വിതയും ഉണ്ട്, കൊയ്ത്തുമുണ്ട്. നിങ്ങൾക്കൊരു കൊയ്ത്തുണ്ട്. യേശുവിൻ നാമത്തിൽ. അവിടെ മുന്തിരി തോട്ടത്തിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, അഥവാ സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയരെ, നിങ്ങൾ സന്തോഷം കൊയ്തെടുക്കുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ സന്തോഷം കൊയ്തെടുക്കും. എപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ തയ്യാറാകുമ്പോൾ, എനിക്കൊപ്പം ഇപ്പോൾ ചിലർ തീരുമാനമെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഇന്ന് ഞാനായിരിക്കുന്ന ഈ വഷളത്തം നിറഞ്ഞ അനുഭവങ്ങൾ എനിക്ക് വേണ്ട, കൂട്ടുകെട്ടുകൾ വേണ്ട, ശീലങ്ങൾ വേണ്ട, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റി കളയുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് എന്നെ കേൾക്കുന്ന ചിലർ എനിക്കൊപ്പം
ദൈവത്തോടൊപ്പം തീരുമാനമെടുക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ വിതച്ചതിൽ നിന്ന് നിങ്ങൾ കൊയ്യുവാനായി തുടങ്ങും. ഓ താങ്ക് യു ലോർഡ്. നിങ്ങളുടെ അധ്വാനത്തിന് ഫലമുണ്ടാകുവാൻ തുടങ്ങും. സന്തോഷമെന്ന ഫലമുണ്ടാകുവാനായി തുടങ്ങും. അതേ ആ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വേണ്ടത് കിട്ടും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. കുടുംബ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വേണ്ടത് കിട്ടും. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വേണ്ടത് കിട്ടും. അതെ ആ ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അർത്ഥം നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അർത്ഥം റിസൾട്ട് ഉണ്ടാകും. അവർ വിജയിക്കും. ഉന്നത സ്ഥാനങ്ങളിലെത്തും. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു വരും. ദൂത മാതാവെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ വിതച്ചത് അതിനു വേണ്ടിയാ, നീ കണ്ണുനീരോടെ വിതച്ചത് അതിനു വേണ്ടിയാ. ഈ ദിവസങ്ങളിൽ ആർപ്പോടെ കൊയ്യുവാൻ ഒരുങ്ങിക്കൊള്ളുക. പുറത്തു വരുന്നവനെ ദൈവം അനുഗ്രഹിക്കും. കൊയ്ത്തിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ നൽകും. സന്തോഷം കൊയ്തെടുക്കുവാൻ അവനെ പ്രാപ്തനാക്കി തീർക്കും. അപ്പോൾ എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയും? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട്. മാറുവാൻ റെഡിയാണോ? മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ അറിയുന്ന നിങ്ങളെ പോലെയുള്ള ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് നിരാശയോടെ തകർന്ന് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. വിടേണ്ടതിനെ വിടുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കി. ചുമ്മാ ബഹളം വെച്ച് അയ്യോ അല്ലെന്നേ, നിങ്ങളെ മാറേണ്ടതുപോലെ മാറ്റി, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ മാറ്റി കൊയ്ത്തിലേക്ക് നിങ്ങളെ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. കൊയ്തെടുക്കുന്ന അനേകർ ഇന്ന് ദൈവകൃപയാൽ ഞങ്ങൾക്കൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം. എന്നാൽ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലം അവയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് സന്തോഷത്തിനായ ചിലത് കിട്ടുവാൻ വേണ്ടി. പക്ഷേ കിട്ടുന്നില്ല. നിരാശയിലായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണമായതുണ്ടാകട്ടെ. ആ ജോലി സ്ഥലത്ത് ദുഃഖം കൊണ്ടുവരുന്ന അനുഭവങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ. ജോലി സ്ഥലത്ത് വിശാലത ഉണ്ടാകട്ടെ. അവിടെ നിന്ന് സന്തോഷം പുറത്തു വരട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സ്വദേശത്തും വിദേശത്തും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് ഭയപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ജോലി നഷ്ടപ്പെടലിന്റെ വക്കിൽ മുറിക്കകത്ത് അടച്ചായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുമെന്ന് ഭയന്നായിരിക്കുന്നവർ ജോലി സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരട്ടെ. ജോലിക്ക് മേലുള്ള വെല്ലുവിളികൾ മാറട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെ തിരികെ നാട്ടിൽ വരുത്തി ഒന്നുമില്ലാത്തവരാക്കി തീർക്കുമെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ സന്തോഷം കൊയ്യട്ടെ. ജോലി സ്ഥലത്ത് നിന്ന് അവർ സന്തോഷം കൊയ്യട്ടെ. കുടുംബ ജീവിതങ്ങളിൽ ഇവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ. ഈ സഹോദരന് സഹോദരിക്ക് നിന്നെക്കുറിച്ച് തന്നെ സഹോദര സഹോദരി പലതും പ്രതീക്ഷിച്ചു ആഗ്രഹിച്ചു, കുടുംബ ജീവിതത്തിലേക്ക് കാൽ വെച്ചു. സന്തോഷം ലഭിക്കുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷേ സന്തോഷം ലഭിക്കുന്നില്ല. ഭർത്താവ് ഒരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്, മക്കൾ ഒരു വഴിക്ക്, അകത്ത് മറ്റാരുടെയോ ഇഷ്ടങ്ങൾ നിറവേറുന്നു. പലതും പ്ലാൻ ചെയ്തായിരിക്കുന്നു. ആ പ്ലാനിങ്ങുകളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകും. ചില കൂട്ടുകെട്ടുകളെ കട്ട് ചെയ്യുക, ചില ശീലങ്ങളെ വിട്ടുകളയെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ കുടുംബ ജീവിതങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ഈ ജനം അനുഗ്രഹിക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. സ്വന്തം ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, കരയുന്നവർ, നിരാശ അനുഭവിക്കുന്നവർ വസ്തു വാങ്ങി ഭവനങ്ങളെ വയ്ക്കട്ടെ. തക്ക വിധത്തിൽ സഹായികൾ ഒരുക്കപ്പെടട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെയും അവകാശങ്ങളെയും തടഞ്ഞു വെക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി മാറട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ വർധനവിന്റെ അനുഭവം ഉണ്ടാകട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ബാലാരിഷ്ടതകൾ വിട്ടുമാറട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വലുതും ചെറുതുമായ സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് മറുപടി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിന്റെ മറ്റൊരു അധ്യായത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.